തൃപ്പൂണിത്തറയിലേക്കാണ് പോകുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അവിടെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്ന് കേരളത്തിൽ BJPയുടെ ചിത്രം മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ നിന്ന് BJP MP ഉണ്ട്, ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നു, 2 നഗരസഭകൾ ഭരിക്കുന്നു. അതിലൊന്ന് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തിനടുത്തുള്ള തൃപ്പൂണിത്തറ നഗരസഭയാണ്. ഏകദേശം 32 പഞ്ചായത്തുകൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. ഏകദേശം 600-ലധികം കൗൺസിലർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ ഇന്ന് BJP NDAയുടെ കീഴിൽ ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കേരളത്തിന്റെ മുഖഛായ മാറ്റുന്നതിന് ഉതകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെവരോടും പങ്കുവെക്കുന്നു. धीरे धीरे NDA पूरे केरल में अपना विस्तार बढ़ा रहा है, क्योंकि मोदी जी के नेतृत्व में BJP और NDA ये केवल विकास की राजनीति करती है, अपीजमेंट की राजनीति नहीं करती. आज जो परिवर्तन दिख रहा है, इस परिवर्तन के लिए हमारे कई कार्यकर्ताओं ने बलिदान दिया. 300 से ज्यादा कार्यकर्ता मार दिए गए, कई लोगों के हाथ पैर तोड़ दिए गए, बहुत बड़े पैमाने पर हिंसा हुई, लेकिन BJP कभी रुकी नहीं. BJP ने संघर्ष जारी रखा. उन सभी कार्यकर्ताओं को आज मैं नमन करता हूं और मुझे बहुत खुशी है कि जिनकी दोनों टांगे तोड़ दी, ऐसे सदानंद मास्टर जी को राष्ट्रपति जी ने देश की संसद में MP के रूप में चुनकर भेजा है. കേരളത്തിൽ BJP നിരവധി വർഷമായി നേരത്തെ പറഞ്ഞ പോലുള്ള സംഘർഷങ്ങളോടെ ഉഴലുമ്പോൾ പോലും നിരവധി, അതായത് ഏകദേശം 300-ലധികം ബലിദാനികളെയാണ് ഈ പ്രസ്ഥാനത്തിന് അതിനുവേണ്ടി ബലി കഴിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ കേരളത്തിലുടനീളം. എന്നിട്ടും BJPയുടെ വളർച്ചയെ തടയിടാൻ നമ്മുടെ എതിരാളികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഓരോരോ ചുവട് വെച്ചുകൊണ്ട് BJPയും NDAയും കേരളത്തിൽ വളരെ ശക്തമായി അവരുടെ ചുവട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കൂ, ഇത്രയും വലിയ സംഘർഷത്തിനിടയിൽപ്പെട്ടുകൊണ്ട് 2 കാലുകളും മുറിച്ചു മാറ്റപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നരാധമന്മാർ നടത്തിയ സദാനന്ദൻ മാസ്റ്ററുടെ കഥ തന്നെ നമ്മൾക്ക് അറിവുള്ളതാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തെ നമ്മളുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി തന്നെ അദ്ദേഹത്തെ ഇന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് കേരളത്തിന്റെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രാധാന്യം. അതുപോലെ